everyone, this is D-Zone iBud Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഫർഹാന ജെബിൻ. സോ വെൽക്കം ടു യുവർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ ഡ്രൈഡൻ എഴുതിയ അബ്സലോം ആൻഡ് അക്കിറ്റോഫൽ എന്ന കവിതയാണ്. അപ്പോൾ നമുക്ക് കവിതയിലോട്ട് പോകുന്നതിന് മുമ്പ് ജോൺ ഡ്രൈഡനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ജോൺ ഡ്രൈഡൻ ഒരു ഇംഗ്ലീഷ് കവിയായിരുന്നു, അതുപോലെ നാടകകൃത്തായിരുന്നു, അതുപോലെ തന്നെ ക്രിറ്റിക്കും കൂടെ ആയിരുന്നു. റെസ്റ്റോറേഷൻ പീരീഡിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള വളരെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 1631 ഓഗസ്റ്റ് 9 ഇംഗ്ലണ്ടിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള അബ്സലോം ആൻഡ് അക്കിറ്റോഫൽ ആണ്. പിന്നെ ഏതാണ് മാക് ഫ്ലക്നോ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സറ്റയറാണ് മാക് ഫ്ലക്നോ. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എന്നാണ് പറയുന്നത്. ഇനി ഏതാണ് ദ ഹിൻഡ് ആൻഡ് ദ പാന്തർ. അപ്പോൾ ഇത്രയൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആയിട്ട് വരുന്നത്. ഇനിയും കുറേ വർക്ക്സുകളുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഞാനൊരു 2-3 വർക്ക്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ സമ്മറിയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഈ ഒരു സറ്റയർ, ഈ ഒരു പോം എന്ന് പറയുന്നത് ഒരു സറ്റയറാണ്. അപ്പോൾ ഒരു സറ്റയർ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണവും ഉണ്ടായിരിക്കും. ആ കാരണം എന്താണ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ കവിത ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആണ്. ഗവൺമെൻറ്റിനെയും പൊളിറ്റിക്സിനെയും ഹ്യൂമറസ് ആയിട്ടുള്ള വേയിലൂടെ ക്രിറ്റിസൈസ് ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയുന്നത്. ഇതൊരു മോക്ക് ഹീറോയ്ക്ക് എപ്പിക് നെറേറ്റീവ് ആണ്. ആ സമയത്ത് പൊളിറ്റിക്കലായി ഉണ്ടായിരുന്ന കണ്ടംപററി ഇവൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സറ്റയർ എഴുതാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അതായത് ചാൾസ് സെക്കൻഡ് ആയിരുന്നു അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാൾസ് സെക്കൻഡിന് നിയമപരമായിട്ടുള്ള സ്വത്തുക്കൾക്കും അതുപോലെ തന്നെ അധികാരങ്ങൾക്കും ഒന്നുള്ള അവകാശം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിനെ ആരും അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അദ്ദേഹം അനധികൃതമായിട്ട് ആ ഒരു സ്ഥലം ഭരിച്ചു പോരുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു ക്യാരക്ടറാണ് ജെയിംസ് എന്ന് പറയുന്നത്. ഈ ജെയിംസിന് റോമൻ കത്തോലിക്സിനോട് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു ജെയിംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും ജെയിംസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ചാൾസ് സെക്കൻഡിനാണെന്നുണ്ടെങ്കിലോ ജെയിംസിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നീടുള്ളൊരു അവകാശി എന്നുള്ള രീതിയിൽ ജെയിംസിനെ ഈ ഒരു ചാൾസ് സെക്കൻഡ് നാമനിർദ്ദേശം ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ചാൾസ് സെക്കൻഡിന് ഒരു മകനുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ മകനെ നാമനിർദ്ദേശം ചെയ്യുന്നതിന് പകരം ആരെയാണ് നാമനിർദ്ദേശം ചെയ്തത്? ജെയിംസിനെയാണ് ഈ ഒരു പിന്നീടുള്ളൊരു അവകാശിയാകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നാമനിർദ്ദേശം ചെയ്തത്. ഇത് അച്ഛനും മകനും തമ്മിലുള്ളൊരു യുദ്ധത്തിന് വഴിയൊരുക്കി. ഈ ഒരു കാര്യം ബേസ് ചെയ്തുകൊണ്ടാണ് ജോൺ ഡ്രൈഡൻ ഈ ഒരു സറ്റയർ എഴുതിയിട്ടുള്ളത്. അതായത് ജോൺ ഡ്രൈഡൻ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതായത് ചാൾസ് സെക്കൻഡ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു സമയത്തൊന്നും അതത്ര ഓപ്പൺ ആയിട്ട് എഴുതാൻ കഴിയില്ല. രാജാവല്ലേ, അപ്പോൾ രാജാവിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കവിതയിലൂടെ ആണെങ്കിൽ പോലും എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്, കിങ് ഡേവിഡിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളുമായിട്ട് ഇത് കൂട്ടിയിണക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെയൊരു കവിത എഴുതി. അതായത് ഈ ഒരു കിങ് ചാൾസ് എന്നുള്ള ആ ഒരു പേരൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റി വേറൊരു പേരൊക്കെ യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ മാറ്റി, റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് ഈ സംഭവവുമായി ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സറ്റയർ എഴുതി. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ സമ്മറിയിലോട്ട് പോകാം. സമ്മറിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് അബ്സലോം ആണ്. അബ്സലോം എന്ന് പറയുന്നത് ചാൾസ് സെക്കൻഡിൻ്റെ മകനാണ്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടർ വരുന്നത് ഡ്യൂക്ക് ഓഫ് ബക്കിംഗ്ഹാം. അതായത് ഈ ഒരു ചാൾസ് സെക്കൻഡിൻ്റെ മകൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരുന്നതാണ് ആര്, ഡ്യൂക്ക് ഓഫ് ബക്കിംഗ്ഹാം എന്ന് പറയുന്നത്. ഈ ഡ്യൂക്ക് ഓഫ് ബക്കിംഗ്ഹാം ആണ് നമ്മുടെ ഈ ഒരു കവിതയിൽ ആരായിട്ട് വരുന്നത്, സിംഡി എന്നുള്ള ക്യാരക്ടറായിട്ട് വരുന്നത്. ഇനി ഡേവിഡ് എന്നുള്ള ക്യാരക്ടറിലൂടെയാണ്, കിങ് ഡേവിഡ് എന്ന ക്യാരക്ടറാണ് ആരിനെ പ്രതിനിധീകരിക്കുന്നത്, ചാൾസ് സെക്കൻഡിനെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പോയത്തിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കവിത തുടങ്ങുമ്പോൾ തന്നെ സിംഡിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി അദ്ദേഹം പറയാണ്, രാജകുടുംബത്തിലെ ചില രാജാക്കന്മാർ സൺ ഓഫ് മൊണാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത് നിൽക്കുന്ന ആളായിരുന്നു ആര്, സിംഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. അദ്ദേഹം അസാധാരണമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. സാധാരണ മനുഷ്യനുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ കഴിവുകൾ ആർക്കുണ്ടായിരുന്നു, സിംഡിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സിംഡി പല ഫീൽഡിലും, അതായത് ഇപ്പോൾ പോയം എഴുതുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ
പെയിൻറ്റിങ്സിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അദ്ദേഹം പല ഫീൽഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുള്ള അഭിപ്രായങ്ങളായിരിക്കും, വളരെ റോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം എന്താണ്, തമാശ രൂപേണ എന്ത് ചെയ്യാണ്, പരിഹസിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ സിംഡി എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് റോങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് കവി പറയുന്നത്. ഇനി ഒരു ലൂണാർ മൺത്തിൽ അദ്ദേഹം കെമിസ്റ്റായിട്ടും അതുപോലെ എന്താണ് പൊളിറ്റീഷ്യനായിട്ടും പെയിൻറ്ററായിട്ടും പോയിറ്റായിട്ടും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, ഇനി അതൊന്നുമില്ലാത്ത സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം മുഴുകുടിയനായിട്ടും അദ്ദേഹത്തെ കാണപ്പെട്ടു, ഈ ഒരു സിംജിയെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഏത് ജോലി ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. പക്ഷെ ചെയ്യുന്ന ജോലി ഉണ്ടാവുമല്ലോ, അതൊന്നും വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ ആർക്ക് കഴിയില്ല, സിംജിക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, വിവേകത്തോടെ ചിന്തിക്കാൻ ശ്രമിച്ചു മരണപ്പെട്ട 10,000 ഫൂൾസിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആര്, സിംജി. ഈ സിംജി എന്ന് പറയുന്ന ക്യാരക്ടറിനെ അങ്ങേയറ്റം പരിഹസിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. അപ്പോൾ ഈ സിംജിയെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കിങ് ഡേവിഡ് എന്ന് പറയുന്നത് ആരിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളതായിരുന്നു, ചാൾസ് സെക്കൻഡിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ചാൾസ് സെക്കൻഡിൻ്റെ മകനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജെയിംസിന് ഈ ഒരു ഭരണം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഈ ഒരു അച്ഛനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ അച്ഛനുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആരായിരുന്നു, ഡ്യൂക്ക് ഓഫ് ബക്കിംഗം ആയിരുന്നു. അതായത് ഇതിൽ സിംജി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിംജി ആയിരുന്നു ആരനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു മകനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിംഡി ആയിരുന്നു. അതുകൊണ്ടാണ് എന്ത്, സിംഡിയെ ഇവിടെ നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ത് പറയും, നമ്മൾ എരിവ് കയറ്റുക പറയൂലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു സിംഡി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു പോയിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. മകനും അച്ഛനും തമ്മിലടിക്കാനുള്ളൊരു കാരണം കൂടിയായിരുന്നു ആര്, സിംഡി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്രിറ്റിക്കൽ അനാലിസിസിലോട്ട് പോകാം. ഇത് 17th സെഞ്ച്വറിയിലുള്ള ഇംഗ്ലണ്ടിൻ്റെ കഥയാണ് പറയുന്നത്. അതായത് കിങ് ഡേവിഡിനെതിരെ അബ്സലോമും അതുപോലെ എന്താണ് അക്വിറ്റോഫലും നയിച്ച ഒരു കലാപമായിരുന്നു എന്ത്, ഈ ഒരു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അതുമാത്രമല്ല ബൈബിളിനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ഡേവിഡിനെ ആ ഒരു സ്ഥാനത്തിൽ നിന്നും, അതായത് കിങ് ചാൾസിനെ സെക്കൻഡിനെ ആ ഒരു സ്ഥാനത്തു നിന്നും ഇറക്കാൻ വേണ്ടിയിട്ട് മകനും മകൻ്റെ സ്നേഹിതനും കൂടി കളിച്ച ഒരു കളി, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് കവി ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പറയും ഈ അക്വിറ്റോഫൽ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഇപ്പം ഞാൻ ഇതുവരെ അക്വിറ്റോഫലിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അക്വിറ്റോഫൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചാൾസ് സെക്കൻഡിൻ്റെ ഒരു ഒപ്പണൻ്റ് ആയിട്ട് വരുന്ന വ്യക്തിയായിരുന്നു. അതായത് നമ്മൾ പറയൂലേ, ശത്രുവിൻ്റെ ശത്രു എന്താണ്, മിത്രം എന്ന് പറയൂലേ. അപ്പോൾ അച്ഛനും മകനും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ ചാൾസ് സെക്കൻഡ് ഒപ്പണൻ്റ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി, അതായത് അക്വിറ്റോഫൽ എന്നാണ് ഒരു ക്യാരക്ടർ പറയുന്നത്. ഈ അക്വിറ്റോഫൽ എന്ത് ചെയ്തു, മകനെ ഹെൽപ്പ് ചെയ്തു. എന്തിന്, അച്ഛനെ ആ ഒരു ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.